ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ തന്ത്രി കുടുംബത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിനു ശേഷം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്തെത്തി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കുടുംബവുമായി വലിയ അടുത്ത ബന്ധമുണ്ടെന്നും തന്ത്രിയുടെ തണലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയധികം വളർന്നു പന്തലിച്ച് വലിയ ഒരു പ്രായോജകനായി ശബരിമല സന്നിധാനത്ത് മാറിയതെന്നും ഈ തട്ടിപ്പിന് പിന്നിൽ വലിയ തരത്തിലുള്ള സഹായം തന്ത്രി കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള സംശയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. മാത്രവുമല്ല, പത്മകുമാറിനെ 2 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ പ്രധാനമായും അദ്ദേഹം പറഞ്ഞതും തന്ത്രി കുടുംബത്തെ അല്ലെങ്കിൽ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. തന്ത്രി കുടുംബവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു വലിയ തരത്തിലുള്ള മൊഴി നൽകിയത്. പക്ഷേ ആ മൊഴി എത്ര കണ്ട് യാഥാർത്ഥ്യമാകും? എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളിലേക്ക് പത്മകുമാർ വിവരങ്ങൾ നൽകിയില്ല? അതൊരു ചോദ്യമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മല കയറി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത്. കാരണം 2008 മുതൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചു പോന്നിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന പത്മകുമാറോ അല്ലെങ്കിൽ വാസുവോ അതുമല്ലെങ്കിൽ പ്രശാന്തോ ഒന്നും തന്നെ ദേവസ്വം ബോർഡിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാലയളവിൽ, ഇത്രയും വലിയ കാലയളവിൽ, ഈ 2008 മുതൽ 2019 വരെയുള്ള 10 വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയധികം വളർന്നു പന്തലിച്ചു എന്നൊരു ചോദ്യചിഹ്നം ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം തിരിഞ്ഞുവെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ അവിടെ ഒരു ചോദ്യചിഹ്നം ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ്. കാരണം പലപ്പോഴും പല ആവർത്തി പറഞ്ഞിരുന്നു, ഇതിനും അപ്പുറത്തേക്ക് ചില ആളുകളിലേക്ക്, ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക്, ദേവസ്വം ബോർഡ് പ്രതിനിധികളിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം എത്തിച്ചേരും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് നിർത്തിവെച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണം. കാരണം ആ അന്വേഷണം ഒരു മുൻ മന്ത്രിയുടെ അടുത്തേക്ക് വരെ എത്തും എന്ന് വരെ വലിയ തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കോൺഗ്രസ് ഉയർത്തിവിട്ടിരുന്നു. പക്ഷേ അവിടെയൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ തന്ത്രി കുടുംബത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ? അതാണ് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ശേഷം അദ്ദേഹം നൽകിയ മൊഴിയിൽ പറയുന്നുണ്ടായിരുന്നു, ദൈവതുല്യരായ ചില ആളുകൾക്ക് ഇതേക്കുറിച്ച് നന്നായി അറിയാമെന്ന്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെയും തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരെയും ഒക്കെ അവരുടെയൊക്കെ മൊഴിയെടുത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്, അത് പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു നിർത്തുണ്ടെങ്കിൽ പോലും ഈ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും കൈവിട്ട സഹായം ഈ തന്ത്രിമാരുടെ പക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? അതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. കാരണം അന്ന് 2 പേരെയും ചോദ്യം ചെയ്തപ്പോൾ, അതായത് 2 തന്ത്രിമാരുടെയും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അവർ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ജോലിയാണ് തന്ത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പ് പാളികളിലെ സ്വർണത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ സ്വർണം മങ്ങി തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ആ സ്വർണ്ണപ്പാളികൾ ഒന്നുകൂടി മിനുക്കിയെടുക്കണം എന്നൊരു നിർദ്ദേശം വയ്ക്കുകയും അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ അനുമതി നൽകുകയും ചെയ്തു. അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് നൽകണമെന്നോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്വർണ്ണം പൂശിക്കണമെന്നോ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് തന്ത്രി കുടുംബങ്ങൾ പറയുമ്പോഴും അവിടെ പത്മകുമാർ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പറയുന്നു, ദൈവതുല്യരായ ചില മനുഷ്യർക്കും ഇതിനകത്ത് ബന്ധമുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം തന്ത്രിമാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വാജിവാഹനവുമായി ബന്ധപ്പെട്ട്, അതായത് പഴയ കൊടിമരം പുതുക്കി പണിത സമയത്ത് പഴയ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം, അതായത് അതിൻ്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന വാജിവാഹനം കുതിര, ആ അയ്യപ്പൻ്റെ വാഹനമെന്ന് കരുതപ്പെടുന്ന കുതിര, ആ കുതിരയെ തന്ത്രി കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ വിവാദങ്ങളുണ്ടായിരുന്നു. ചില ഹിന്ദു സംഘടനകൾ
നിന്നൊക്കെ തന്ത്രിയുടെ വീട്ടിലേക്കൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് കെട്ടടങ്ങിയതിനു ശേഷമാണ് ഇപ്പം അന്വേഷണം തന്ത്രി കുടുംബത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നത്. ഇത് മറ്റാരെയെങ്കിലും രക്ഷിക്കാനാണോ, അതോ ഇതിൽ നിന്നും എന്തെങ്കിലും പുതിയ വിവരങ്ങൾ തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ഈ അന്വേഷണം എന്ന് കരുതാമെങ്കിൽ പോലും ഈ അന്വേഷണം ഈ തന്ത്രി കുടുംബം കൊണ്ട് അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം 2019 ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അന്വേഷണത്തിൻ്റെ കാലാവധി തുടങ്ങുന്നത്. ആ 2019 മുതലുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ 2019 മുതൽ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. 2025 ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി വിവാദമുണ്ടാകുന്നതും അത് ഹൈക്കോടതിയെ മുന്നിലെത്തുന്നതും. പക്ഷേ ആ വിവാദത്തിൽ എത്തുന്നതിന് മുമ്പ് തന്ത്രിയുടെ ഭാഗത്തേക്ക് എന്തുകൊണ്ട് തിരിഞ്ഞു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. ഒരു പക്ഷേ ഇനി വരുമായിരിക്കാം, ഈ ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അന്വേഷണ സംഘത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വിശ്വാസമുണ്ട്. ഒരു പക്ഷേ ഇവിടം കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചാൽ ഒരുപാട് മറുപടി ഈ അന്വേഷണ സംഘം പറയേണ്ടി വരും. മാത്രവുമല്ല രാഷ്ട്രീയപരമായി കോൺഗ്രസും BJP ഒന്നും ഇത് നോക്കിയിരിക്കുകയില്ല. എന്തായാലും അന്വേഷണ പുരോഗതി ഉടൻ തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം.